കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രമേയം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ശ്രേഷ്ഠ സമൂഹം, ഉത്കൃഷ്ട മൂല്യങ്ങളെന്ന മർമ്മപ്രസക്തമായ ഈ വിഷയത്തെ, ഈ പ്രമേയത്തെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മനസ്സുകൾക്കകത്തേക്ക് പകർന്നു നൽകുകയാണ്. ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രചരണ ഉദ്ഘാടനത്തിനും നമ്മൾ സാക്ഷികളാവുകയാണ്. തുടർന്ന് അങ്ങോട്ട് മണ്ഡലം തലത്തിലും ശാഖാതലത്തിലും എന്ന് തുടങ്ങി ഈ പ്രമേയം സാധാരണക്കാരായ ആളുകൾക്ക് മുന്നിൽ എന്ന് തുടങ്ങി കവലകളിലും ജംഗ്ഷനുകളിലും വീടുകളിലും എല്ലാം ചർച്ചയാവുകയാണ്. മർമ്മപ്രസക്തമായ ഈ പ്രമേയത്തെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉയർത്തി കാണിക്കുമ്പോൾ ഒരു ശ്രേഷ്ഠ സമൂഹം എങ്ങനെയാണ് വാർത്തെടുക്കപ്പെടുക, ഒരു സമൂഹത്തിൽ ഉത്കൃഷ്ട മൂല്യങ്ങൾ എങ്ങനെയാണ് പകർന്നു കൊടുക്കാൻ കഴിയുക. ലോകത്ത് കോടാനുകോടി മനുഷ്യർ കടന്നുപോയിട്ടുണ്ട്. ഇന്നും ലോകത്ത് ഏകദേശം 800 കോടിയിലധികം ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും എല്ലാം നമുക്കിടയിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മാനവരാശിയെ ഉത്കൃഷ്ട മൂല്യങ്ങളുള്ള ഉന്നതമായ സ്വഭാവതലങ്ങളിലേക്ക്, ഉന്നതമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഉത്കൃഷ്ട ജനതയായി വാർത്തെടുക്കാൻ ആർക്കാണ് കഴിയുക എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ലോക സമൂഹത്തെ നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന അവകാശവാദവുമായി പലരും ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ലോകത്തെ നയിക്കാനും ലോകത്തിന് വഴി കാണിക്കാനും ഞങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അവരുടെ എല്ലാം അവകാശവാദങ്ങൾ. അത്തരം അവകാശവാദങ്ങളെല്ലാം മുന്നോട്ട് വച്ചവർ പ്രതിപട്ടികയിൽ ചേർത്താൻ ബോധപൂർവം പരിശ്രമിച്ചത് മതത്തെയാണ്. മതം ഒരിക്കലും മനുഷ്യനെ ഉത്കൃഷ്ട മൂല്യങ്ങൾ പകർന്നു നൽകില്ല. മതം ഒരിക്കലും മനുഷ്യനെ മനുഷ്യനാക്കില്ല. മതം ഒരിക്കലും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കില്ല. മതം തന്നെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ, ലോകം കണ്ട ഏറ്റവും വലിയ പ്രശ്നം മതമായതുകൊണ്ട് തന്നെ മതത്തെ വലിച്ചെറിയൂ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ വഴിയിലൂടെ വഴി നടക്കൂ എന്നാണ് ഇവരുടെ എല്ലാം വർത്തമാനങ്ങൾ. ഇവരാകട്ടെ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചത് സയൻസ് ഈസ് അവർ റിലീജിയൻ, ശാസ്ത്രമാണ് ഞങ്ങളുടെ മതം എന്നാണ്. വേറൊരു മതവും ഞങ്ങൾക്ക് വേണ്ട. ലോകത്ത് നിരവധി അനവധി മതങ്ങളും ദർശനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും മനുഷ്യനെ മനുഷ്യനാക്കില്ല. മറിച്ച് ശാസ്ത്രത്തെ നിങ്ങൾ മതമായി തൃപ്തിപ്പെടൂ എന്നാണ് ഇവരുടെ പ്രഖ്യാപനം. ശാസ്ത്രത്തിന് എങ്ങനെയാണ് മനുഷ്യനെ മനുഷ്യനാക്കാനാവുക? ശാസ്ത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യന് നന്മതിന്മകളെയും ധർമാധർമ്മങ്ങളെയും സത്യാസത്യങ്ങളെയും വ്യവച്ഛേദിച്ച് നിർവചിച്ചു കൊടുക്കാനാവുക? ഒരിക്കലുമില്ല എന്നതാണ് സത്യം. ശാസ്ത്രത്തിന് മനുഷ്യനെ ഉത്കൃഷ്ട മൂല്യങ്ങളിലേക്ക് വഴി നടത്താൻ കഴിയില്ല എന്നത് ഒരു പച്ച പരമ യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ആശയങ്ങൾക്കോ അല്ലെങ്കിൽ ചിന്തകൾക്കോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും തന്നെ മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കാനും ആ രംഗത്ത് വ്യക്തവും പൂർണ്ണവും മാനവികവുമായ മാർഗദർശനം നൽകാനും കഴിയില്ല എന്നത് ചരിത്രപരമായ പച്ചപ്പരമ യാഥാർത്ഥ്യമാണ്. പിന്നെ ആർക്കാണ് മനുഷ്യനെ മനുഷ്യനാക്കാനാവുക? മാനവരാശിയ മനുഷ്യ സമൂഹത്തെ ഉത്കൃഷ്ട മൂല്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ പിന്നെ ആർക്കാണ് കഴിയുക? പിന്നെയും ചില ആളുകൾ രംഗപ്രവേശം ചെയ്തു, ഞങ്ങൾക്ക് കഴിയും, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ കൊണ്ട് ഞാനിതാ ലോകത്തിന് വഴി കാണിക്കുന്നു എന്നാണ് ചില ആളുകളുടെ പ്രഖ്യാപനമുണ്ടായത്. അത്തരത്തിലുള്ളൊരു ബുദ്ധിജീവിയാണ് എപ്പിക്യൂറിയൻ. അദ്ദേഹത്തിന്റെ ആശയത്തെ ലോകം വിളിച്ചത് എപ്പിക്യൂറിയനിസം എന്നാണ്. അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് ജീവിതം പരമാവധി ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് എന്നാണ്, അനുഭവിച്ചു തീർക്കാനുള്ളതാണ് എന്നാണ്. അവിടെ ശരിതെറ്റുകളില്ല, നന്മ തിന്മകളില്ല, ഹലാലും ഹറാമുമില്ല, എല്ലാം അനുവദനീയമാണ്.
പരമാവധി തിന്നുകയും പരമാവധി കുടിക്കുകയും പരമാവധി രസിക്കുകയും ചെയ്യുക. എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തു തോന്നിവാസവുമാകാം. അത്തരം ആശയത്തിലൂടെയാണ് അതെ മനുഷ്യന് പൂർണ്ണാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം സാധ്യമാവുക എന്നും അതുവഴിയാണ് മാനവരാശിയുടെ വിമോചനം സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇവരുടെ എല്ലാം കാഴ്ചപ്പാട്. അത്തരം കാഴ്ചപ്പാടിലേക്ക് ലോക ജനത മാറി ചിന്തിച്ചാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഒരുപാട് തോന്നിവാസക്കൂട്ടങ്ങൾ ലോകത്ത് നിലനിൽക്കുന്ന സകല തോന്നിവാസങ്ങളുടെയും കൂട്ടമായി മാറും. നിലനിൽക്കുന്ന ലോകത്തെ സമാധാന അന്തരീക്ഷമെല്ലാം തന്നെ പിച്ചിച്ചീന്തി വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് എപ്പിക്കൂറിയൻ ചിന്തകൾക്ക്, എപ്പിക്കൂറിയന്റെ ആശയങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ സമാനമായ ആശയങ്ങളും ഇസങ്ങളും മുന്നോട്ട് വച്ച ആളുകൾക്ക് ഒരിക്കലും മനുഷ്യനെ സമൂലമായും പരിവർത്തിക്കാനാവില്ല. മനുഷ്യന് ഉത്കൃഷ്ട മൂല്യങ്ങളും നന്മകളും ധർമ്മങ്ങളും പകർന്നു നൽകാനാവില്ല. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചില ആളുകൾ ഒരൽപ്പം തങ്ങളുടേതായ ആശയങ്ങൾക്ക് മതത്തിന്റെ ആശയങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ച് ഒരു തക്കിട തരികിട ആശയങ്ങളുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ജനിക്കുകയും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശിക്കുകയും ഒടുവിൽ അമേരിക്കയിൽ തൻ്റെതായ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുകയും ഒടുവിൽ അമേരിക്കൻ കോടതിയിൽ തന്നെ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ട ഒരു തത്വചിന്തകൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും വീക്ഷണങ്ങളും ലോകത്ത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്കിടയിൽ ലഭ്യവുമാണ്. പല ഭാഷകളിലും അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പേര് ഓഷോ രജനീഷ് എന്നാണ്. അയാൾ പറഞ്ഞത് ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മോക്ഷവും സാധ്യമാകണമെങ്കിൽ അതെ മനുഷ്യൻ കുണ്ടലിനി ഉയർത്തണമെന്നാണ് അയാളുടെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ കൃതികളിൽ, പുസ്തകങ്ങളിൽ എന്താണ് ഈ പറയുന്ന സാധനമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ലോകത്തോട് അയാൾ പറഞ്ഞത് മോക്ഷത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വിമോചനത്തിന്റെ ആശയമായി അയാൾ കണ്ടത് ഒരു കൂട്ടം സ്ത്രീകൾ, ഒരു കൂട്ടം പുരുഷന്മാർ എല്ലാവരും കൂടെ സംഘരതിയിൽ ഏർപ്പെടലാണ് അതിനുള്ള പരിഹാരമെന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ. ഇത്തരം തോന്നിവാസ ചിന്തകൾ എങ്ങനെയാണ് മനുഷ്യനെ മനുഷ്യനാക്കുക? എങ്ങനെയാണ് മനുഷ്യനെ ഉത്കൃഷ്ടമായ തലങ്ങളിലേക്ക് ഉയർത്തി നിർത്തുക? എങ്ങനെയാണ് മാനവരാശിയെ നന്മയിലേക്കും ധർമ്മത്തിലേക്കും വഴി നടത്തുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയർക്കൊണ്ട, ഏതെങ്കിലും ബുദ്ധിജീവികളുടെ ചിന്തയിൽ നിന്ന് ഉയർക്കൊണ്ട, ഏതെങ്കിലും ബുദ്ധിജീവിയുടെ സിദ്ധവൈഭവമുള്ള ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ കാഴ്ചപ്പാടുകളുടെയോ പിന്നാലെ പോയാൽ ഒരിക്കലും മാനവരാശിയെ ഒരു ഉത്കൃഷ്ട സമൂഹമായി പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിയില്ല. മാനവരാശിയെ ലോകത്തിന് മാതൃകയാക്കാനും കഴിയില്ല. ലോകം കണ്ട ഏതെങ്കിലും ഭൗതിക ദർശനങ്ങളുടെ പിന്നാലെ പോയാലും സ്ഥിതി ഇതിൽ നിന്നും ഭിന്നമല്ല. എല്ലാ അർത്ഥത്തിലുള്ള സർവനാശത്തിലേക്കായിരിക്കും ഈ പറയുന്ന ദാർശനികന്മാരാകട്ടെ, ഇത്തരം ദർശനങ്ങളാകട്ടെ, ഇത്തരം ശുദ്ധ ഭൗതികതയിൽ അധിഷ്ഠിതമായ ദർശനങ്ങളാകട്ടെ, എല്ലാം മാനവരാശിയെ നാശത്തിലേക്കാണ് വഴി നടത്തുക. ഇവിടെ മാനവരാശിയെ ശരിയായ ദിശയിലേക്ക് വഴി നടത്താൻ, മനുഷ്യനെ മനുഷ്യനാക്കി ഉയർത്താൻ, മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ അത്യുജ്വലമായ ഭാവതലങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ, എല്ലാ നന്മകളുടെയും സംഗമ കേന്ദ്രമാക്കി മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ, അവന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ എങ്ങനെയാകണം, എങ്ങനെയാകരുത്, അവന്റെ കുടുംബജീവിതത്തിൽ അവൻ എങ്ങനെയാകണം, എങ്ങനെയാകരുത്, അവന്റെ സാമൂഹ്യ ഇടപാടുകളിൽ അവൻ എങ്ങനെയാകണം, എങ്ങനെയാകരുത്, അവന്റെ സാമ്പത്തിക നടപടിക്രമങ്ങളിൽ അവൻ എങ്ങനെയാകണം, എങ്ങനെയാകരുത്, അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവൻ എങ്ങനെയാകണം, എങ്ങനെയാകരുത് എന്ന് അക്കമിട്ട് പഠിപ്പിക്കുന്നത് സട്ടാവും സംരക്ഷകനുമായ പടച്ച റബ്ബാണ്. അവനിൽ നിന്നുള്ള മാർഗദർശനമാണ്. ആ മാർഗദർശനത്തിന് മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയൂ. മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ഉത്കൃഷ്ട മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനാവൂ. മാനവരാശിക്ക് നന്മയെന്ത് തിന്മയെന്ത് എന്ന് കൃത്യമായി വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കാനാവൂ. അതുവഴി നന്മയുടെ തലങ്ങളിലേക്ക് വഴി നടത്താനാവൂ. തിന്മകളെക്കുറിച്ച് ശക്തമായ താക്കീത് നൽകാൻ കഴിയുകയുള്ളൂ. അതുവഴി മാത്രമാണ് ഒരു ശ്രേഷ്ഠ സമൂഹം പരിവർത്തിപ്പിക്കപ്പെടുക എന്ന് ഗൗരവത്തോടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ശ്രേഷ്ഠ സമൂഹത്തിന്റെ അടിവേര് എന്താണ്? അവരുടെ വിശ്വാസമാണ്. അടിവേര് വിശ്വാസമാണ്. വിശ്വാസം ശക്തവും ഭദ്രവുമാകേണ്ടതുണ്ട്. ആ വിശ്വാസം വിശുദ്ധവുമാകേണ്ടതുണ്ട്. എന്താണ് ഈ വിശ്വാസം? വിശ്വാസം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ദൈവവിശ്വാസം തന്നെയാണ് മർമ്മപ്രധാനം. ദൈവവിശ്വാസം ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ എന്തുമാകാം, എങ്ങനെയുമാകാം. ലോകത്ത് വ്യത്യസ്തങ്ങളായ ദാർശനികന്മാർ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ശുദ്ധ ഭൗതികവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ച ചില ബുദ്ധിജീവികൾ ലോകത്തോട് പറഞ്ഞത് സംഗതി ശരിയാണ്, ദൈവമുണ്ട് എന്ന വിശ്വാസമാണ് പലപ്പോഴും തിന്മകൾ ചെയ്യാൻ മനുഷ്യനെ തടയുന്നത്.
ദൈവവിശ്വാസമാണ് എൻ്റെ ഭാര്യയെ അവളുടെ കിടപ്പറയിലേക്ക് ഞാനല്ലാത്ത ഒരാളെ ക്ഷണിക്കുന്നതിൽ നിന്ന് അവളെ തടയുന്നതും ദൈവവിശ്വാസമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് ചില ഭൗതികവാദികൾ എഴുതി കുറിച്ചു വെച്ചത്. അയാൾക്ക് ബോധ്യമാകുന്ന ചില ഘട്ടങ്ങൾ പക്ഷേ അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരമൊട്ട് സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് വിശ്വാസം അത് സട്ടാവും സംരക്ഷകനുമായ ഉടയവനിലുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ്. ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന സത്യത്തെ എങ്ങനെയാണ് ലോകത്തിന് നിഷേധിച്ച് തള്ളാനാവുക? വിശ്വമഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയെ എങ്ങനെയാണ് ബുദ്ധിയുള്ള വിവേകമതികൾക്ക് ചോദ്യം ചെയ്യാനാവുക? അവന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കാനാവുക? നമുക്ക് ചുറ്റുമുള്ള ഓരോന്നും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നിരന്തരം നമ്മോട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ പോലും, നമ്മുടെ ശരീരത്തിൽ നിന്ന് വായിൽ നിന്നും പുറത്തു വരുന്ന ഉമിനീർ കണങ്ങൾ വരെ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാണ്. അഥവാ നമ്മളുടെ തുപ്പുനീര് വരെ, ശരാശരി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരന്റെ നാവിൽ ഒരു ദിവസം 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ മാക്സിമം ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, നമുക്ക് രുചി അറിയില്ല, മുളകിന്റെ എരിവ് എങ്ങനെയെന്ന് ആസ്വദിക്കാൻ കഴിയില്ല, ലഡുവിന്റെ മധുരം എങ്ങനെയെന്ന് ആസ്വദിക്കാൻ കഴിയില്ല, പുളിയുടെ പുളിപ്പ് എങ്ങനെയെന്ന് ആസ്വദിക്കാൻ കഴിയില്ല. മധുരവും പുളിയും ചവർപ്പും കയ്പും എല്ലാം തന്നെ നമുക്ക് അനുഭവ സാധ്യമാകുന്നത് നമ്മുടെ വായിൽ അത്ഭുതകരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന ഉമിനീർ കണങ്ങൾ കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ സംവിധാനം അത്ഭുതകരമായി സംവിധാനിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയെ നമുക്ക് എങ്ങനെയാണ് നിഷേധിച്ച് തള്ളാനാവുക? നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബാലൻസിങ് നിലനിർത്തുന്നതിൽ ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നുണ്ട് നമ്മുടെ ചെവികൾ. ശബ്ദവീചികൾ കേൾക്കാൻ മാത്രമല്ല, ശബ്ദങ്ങൾ കേൾക്കാനും ഗ്രഹിക്കാനും മാത്രമല്ല ചെവി തൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നത്. മനുഷ്യനെ വീഴാതെ നിർത്തുന്നതിൽ ചെവിക്ക് പങ്കുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കർണപുടങ്ങൾക്ക് വലിയ ഇടപെടലുകളുണ്ട്. അതിന്റെ വലിയ ധർമ്മങ്ങളിൽ ഒന്നാണത്. ഈ ചെവി എന്ന സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് നിൽക്കാൻ നമുക്ക് കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല. മറിച്ച് അടിതെറ്റി വീണുപോകും. നമ്മെ നേരെ നിർത്തുന്ന, നമ്മെ നടക്കാനും ഓടാനും ഒക്കെ സഹായിക്കുന്ന ഈ കർണപുടങ്ങൾ, കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകുന്ന ഈ 2 ചെവികൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ അസ്തിത്വത്തെ നമുക്ക് വെല്ലുവിളിക്കാനാവുക? അത്ഭുതകരമാണ് നമ്മുടെ പല്ലിന്റെ ഘടനകൾ പോലും, എന്തിനേറെ നമ്മുടെ വിരലുകളെ സംവിധാനങ്ങൾ പോലും, എന്തിനേറെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പ് കണങ്ങൾ പോലും, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും. നിങ്ങൾ നോക്കി, മാതാവിന്റെ ഗർഭാശയത്തിൽ അതെ ബീജവും അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡമായി തുടങ്ങി ഒരു നമ്മുടെ ജനനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ അതിസുന്ദരമായ ഒരു ഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയം മുതൽ നമ്മുടെ ഹൃദയം മിടിച്ചു തുടങ്ങുന്നുണ്ട്. മാതാവിന്റെ ഗർഭാശയത്തിൽ തുടങ്ങിയ ആ മിടിപ്പ് ഇപ്പോഴും നമ്മൾ ഇടനെഞ്ചിൽ ഒന്ന് കൈവച്ചു നോക്കൂ, ആ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര നീണ്ട വർഷങ്ങൾ, എത്ര കൊല്ലങ്ങൾ, 30, 40, 50, 60, 70, 75, 80 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ നമുക്ക് സദസ്സിലുണ്ടാവാം. അതിലധികവും വർഷങ്ങൾ പ്രായമുള്ളവരുണ്ടാകാം. അവരുടെ ഹൃദയങ്ങളും നമ്മുടെ ഹൃദയങ്ങളും നിരന്തരം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും വിശ്രമിക്കാതെ ആ മിടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരല്പം ക്ഷീണമില്ലാതെ ഏതാനും നിമിഷങ്ങൾ ഒന്ന് ഹൃദയം വിശ്രമിച്ചിരുന്നുവെങ്കിൽ, റെസ്റ്റ് എടുത്തിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പറയും, അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചു. സ്വാഭാവികമായും മാനവരാശിയുടെ ഈ ലോകത്തുള്ള ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അത് പോയി പോകും. എത്ര കൃത്യമായി, അത്ഭുതകരമായി, നമ്മുടെ ആരുടെയും കൽപ്പനയില്ലാതെ, നമ്മുടെ ആരുടെയും പ്രത്യേകമായ നിർദ്ദേശങ്ങളില്ലാതെ, നമ്മുടെ ആരുടെയും ബാഹ്യമായ പ്രത്യേകമായ ശക്തി പ്രകടനങ്ങളില്ലാതെ സ്വമേധയാൽ അത്ഭുതകരമായ സംവിധാനമായി അത് മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മിടിക്കുന്ന പിടക്കുന്ന ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് വിളിച്ചു പോകാനാവുക നമുക്ക്? മറിച്ച് ഹൃദയത്തിലേക്ക് നമ്മുടെ കൈകൾ ചേർത്തു വെച്ചാൽ ഓരോ മിടിപ്പും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട്, ഉണ്ട്. വല്ലാത്ത കാരുണ്യ സ്പർശം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉടയവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുക നീ എന്നാണ് ഓരോ ഹൃദയമിടിപ്പും നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തിനൊരു ദൈവമില്ല എന്ന് പറയുക? അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കാനാവുക? ലാ ഇലാഹ ഇല്ലല്ലാഹയെ ചോദ്യം ചെയ്യുവാനാവുക? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് എന്നും മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, മതം പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ
പരിശ്രമിച്ചവരെല്ലാം ആഴത്തിൽ അടിയോടെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചത് ദൈവവിശ്വാസത്തെയാണ്. ദൈവം എന്ന വിശ്വാസത്തെ, ദൈവം എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കാനാണ് അവർ പരമാവധി പരിശ്രമിച്ചത്. അതിനുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ടോ? അതിനുള്ള മാത്രം ആഴത്തിലുള്ള പ്രമാണങ്ങൾ അവരുടെ കയ്യിലുണ്ടോ? അത്രമേൽ ശാസ്ത്ര തെളിവുകളുടെ പിൻബലം അവർക്കുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ലോകത്തിന് സട്ടാവുണ്ട് എന്ന സത്യത്തെ വെല്ലുവിളിക്കാൻ എന്തെല്ലാം അവർ പറഞ്ഞു, എന്തെല്ലാം എഴുതി, എന്തെല്ലാം വിശദീകരിച്ചു, അതെല്ലാം പരാജയത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതല്ലേ സത്യം. എത്ര കാലം, എത്ര വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ലോകത്തെ ഇവർ കുരങ്ങ് കൽപ്പിച്ചില്ലേ? ലോകത്തിനൊരു ദൈവമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. കുരങ്ങിന്റെ പിൻഗാമിയാണ് മനുഷ്യൻ എന്നുവരെ അവര് പഠിപ്പിച്ചു. നമ്മുടെ പഴയകാല പാഠപുസ്തകങ്ങളിൽ, ഇപ്പോഴും ചില പാഠപുസ്തകങ്ങളിൽ അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യൂറോപ്പിലെ പല വിദ്യാലയങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പരിണാമവാദം അവരുടെ സിലബസ് നിന്ന് വലിച്ചെറിഞ്ഞിട്ട് കൊല്ലങ്ങളായി. പക്ഷെ ഇപ്പോഴും നമ്മളത് ഏറ്റുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രമേൽ ലോകത്തെ കുരങ്ങ് കളിപ്പിച്ച ആശയം മറ്റെന്താണുള്ളത്? കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ് മനുഷ്യനെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടെയാണ് അള്ളാഹു മനുഷ്യനെ വാർത്തെടുത്തത് എന്നാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ, മാനവരാശിയെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത്രമേൽ ആദരണീയമായ ഒരു സൃഷ്ടിവർഗത്തെ, അത്രമേൽ സുന്ദരമായി അള്ളാഹു വാർത്തെടുത്ത ഒരു സൃഷ്ടിവർഗത്തെ, ഒരു മൃഗത്തിന്റെ ഒരു പരിണമിച്ചുണ്ടായ ഒരു ഘട്ടത്തിന്റെ അവസ്ഥയെന്ന് പറഞ്ഞ് ലോകത്തെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഇവർ. പക്ഷേ ലോകം ചോദിച്ചു അവരോട്, ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ കുരങ്ങനെങ്ങനെ മരത്തിൽ നിന്ന് വേറൊരു മരം ചാടി, മറ്റേ മരം ചാടി, ചാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുരങ്ങന്റെ വാല് നഷ്ടപ്പെട്ടു പോയി. പിന്നെയും മരം ചാട്ടം തുടർന്ന് കാട്ടുകുരങ്ങന്റെ നട്ടല് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിവർന്നു. പിന്നെയും ചാടിക്കൊണ്ടിരുന്ന കാട്ടുകുരങ്ങന്റെ താടിയലിലും തലയോട്ടിലും ചില രൂപമാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് മനുഷ്യൻ എന്ന സുന്ദരമായ തലത്തിലേക്ക് പരിണമിച്ചുണ്ടായത്. സ്വാഭാവികമായും ലോകം ചോദിച്ചു, അല്ല കൂട്ടരെ, അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനും ഈ കുരങ്ങനും ഇടയിൽ ഒരു ഇടക്കണ്ണി വേണ്ടേ? ആ ഇടക്കണ്ണി ആരാണ്? ആ ഇടക്കണ്ണി ആരെന്ന് പറയാൻ അവർ നിർബന്ധിതരായി. അവർ ലോകത്തോട് പറഞ്ഞു, ഇതാ ഇടക്കണ്ണി, ഹൾട്ട് മാൻ, ഒരു ഇടക്കണ്ണി. ഇനിയും വേണോ തെളിവ്? ഇതാ മറ്റൊരു ഇടക്കണ്ണി, നിയാൻഡർതാൽ മാൻ, മനുഷ്യനും കുരങ്ങനും ഇടയിലുള്ള ഇടക്കണ്ണി ഇതാ എന്ന് പറഞ്ഞവർ ലോകത്തിന് പരിചയപ്പെടുത്തി. സ്വാഭാവികമായും ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഈ ഹൾട്ട്മാനെ പഠനവിധേയമാക്കി, നിയാൻഡർതാൽമാനെയും പഠനവിധേയമാക്കി. ആരാണ് ഈ ഹൾട്ട്മാൻ? മനുഷ്യന്റെയും കുരങ്ങന്റെയും താടിയല്ലിന്റെയും തലയോട്ടിയുടെയും ചില ഭാഗങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച ഒരു ഏർപ്പാടാണ് ഇത് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇവർ, ലോകത്തെ വഞ്ചിക്കുകയായിരുന്നു ഇവർ. ദൈവമുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തെ, പച്ച വസ്തുതയെ നിഷേധിച്ച് തള്ളുവാൻ വേണ്ടി മനുഷ്യന്റെയും കുരങ്ങന്റെയും തലയോട്ടിയുടെയും താടിയല്ലിന്റെയും ഭാഗങ്ങൾ അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് അങ്ങിട്ടിട്ട് എന്നിട്ട് ഒരു സാധനാക്കി കൊണ്ടുവന്നു. ഇതാണ് ഇവർ ചെയ്ത ഹൾട്ട്മാൻ. എങ്കിൽ നിയാൻഡർതാൽമാൻ ഇതാ മറ്റൊരു തെളിവ്. ആ നിയാൻഡർതാൽമാനെ കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്തെ എത്തിച്ചത് കണരോഗം ബാധിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അസ്ഥിശകലങ്ങളായിരുന്നു ഈ പറയുന്ന നിയാൻഡർതാൽമാൻ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന അസ്ഥിശകലങ്ങൾ എന്ന് ലോകം തിരിച്ചറിയുകയാണ്. കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഇവർ ലോകത്തെ. അതേസമയം ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നുകൂടി മനുഷ്യന്റെ വിശ്വാസത്തെ, ആ പരമസത്യത്തെ ഉറപ്പിക്കുവാൻ, അതെ, ഈ പറയുന്ന തെളിവുകളെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ഒന്നുകൂടി ആളുകളുടെ വിശ്വാസത്തെ ഭദ്രമാക്കാൻ സഹായകമായി എന്നത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹം ഉത്കൃഷ്ട സമൂഹമായി ജ്വലിച്ചു നിൽക്കണമെങ്കിൽ, സകല അർത്ഥത്തിലുള്ള ഉന്നതമായ മൂല്യങ്ങളുള്ള, ഉത്കൃഷ്ട മൂല്യങ്ങളുള്ള ഒരു ജനത ലോകത്തിന്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ വിശ്വാസം മർമ്മപ്രധാനമാണ്. ആ വിശ്വാസത്തിന്റെ അടിവേരും ആണിവേരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ആത്മാവ് തൗഹീദാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ഏത് സമൂഹത്തിലേക്കാണോ അവർ നിയോഗിതരായത് ആ സമൂഹത്തോട് അവർ ആദ്യം പറഞ്ഞത്, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലയോ സമൂഹമേ, നിങ്ങൾ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കൂ എന്ന്, ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയുടെ ആരാധ്യത നിങ്ങൾ അംഗീകരിക്കൂ എന്ന്. അതിനുശേഷമാണ് ആ സമൂഹത്തെ ഗ്രസിച്ചിരുന്ന, ആ സമൂഹത്തെ സ്വാധീനിച്ചിരുന്ന സകല തിന്മകൾക്കും ആഭാസങ്ങൾക്കും തിന്മകൾക്കും എതിരെ അവർ ശബ്ദിച്ചതും ബോധവൽക്കരിച്ചതും. തൗഹീദ് ശരിയാവണം,
ഷിർക്കിന്റെ സ്പർശമില്ലാത്ത കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഊട്ടപ്പെടണം ഒരാളുടെ മനസ്സും വിശ്വാസവും ചിന്തകളും. എങ്കിലാണ് സകല നന്മകളും അവിടെ ചേർന്ന് നിൽക്കുകയുള്ളൂ. അതല്ലാത്ത നന്മകൾക്ക് അവിടെ സ്ഥായി ഭാവം ഉണ്ടാവില്ല. അതെ, ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിന്റെ അടിത്തറ പ്രധാനമാണ്. അടിത്തറ ശക്തവും ഭദ്രവും അല്ലെങ്കിൽ എത്ര മുകളിലേക്ക് കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല, ചെറിയൊരു കുലുക്കം മതി എല്ലാം തകർന്നു വീഴാൻ. എന്നാൽ വിശ്വാസ ഭദ്രതയാൽ സ്ഥാപിതമായ എല്ലാ നന്മകളും അവിടെ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് തൗഹീദിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് വർത്തമാനം പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായി നിയോഗിതനായതിനു ശേഷം ആ സമൂഹത്തോട് വർത്തമാനം പറഞ്ഞത് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്. ആ സമൂഹത്തിൽ എന്തെല്ലാം തിന്മകളും ആ തിന്മകൾ ആ സമൂഹത്തെ സ്വാധീനിച്ചിരുന്നു. അതെ, പക്ഷേ മർമ്മപ്രധാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടത് അവരുടെ വിശ്വാസത്തിലാണ്, വിശ്വാസരംഗത്ത് വിശുദ്ധീകരണത്തിനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടുതൽ ആ മേഖലയിലേക്കാണ് ഫോക്കസ് ചെയ്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം മലയാള മണ്ണിൽ ചെയ്തതും അത് തന്നെയാണ്. മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം മലയാള മണ്ണിൽ സ്പർശിക്കുമ്പോൾ എന്തെല്ലാം തിന്മകളും എല്ലാം തന്നെ ഒരുപാട് അധാർമിക പ്രവണതകളും എല്ലാം കൊടികുത്തുവാണെന്ന ഒരു കാലത്ത് തൗഹീദിന് ഊന്നൽ നൽകിക്കൊണ്ട് അതെ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു. സ്വാഭാവികമായും അവിടെ പരിവർത്തനം ഉണ്ടാകുക വഴി അതോടൊപ്പം തന്നെ സകല തിന്മകൾക്കുമെതിരെ ശക്തമായ ബോധവൽക്കരണം ചെയ്യാനും ആ ബോധവൽക്കരണം പെട്ടെന്ന് ക്ലിക്കാകുകയും ചെയ്തു. അതെ, തൗഹീദ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് മർമ്മപ്രധാനമാണ് വിഷയം. ആ തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യന്റെ ദിർശനകളെയും മനസ്സുകളെയും പറിച്ചെറിയുവാനാണ് എക്കാലഘട്ടത്തിലും ഇരുട്ടിന്റെ ശക്തികൾ, തിന്മയുടെ ശക്തികൾ, അധർമ്മത്തിന്റെ ശക്തികൾ, തോന്നിവാസത്തിന്റെ വക്താക്കൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നതും ഇന്നും അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന ശ്രദ്ധേയമായ മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞ വർത്തമാനങ്ങളാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ഈ പറയുന്ന നിരീശ്വര നിർമ്മതവാദികളോടും ശുദ്ധ ഭൗതികവാദ ആശയത്തിന്റെ പ്രചാരകരോട് നമുക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ വരികൾ തന്നെയാണ്. ഹാദാ ഖൽഖുല്ലാഹ് ഇതെല്ലാം അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനമാണ്. മനുഷ്യന്റെ കണ്ണും മൂക്കും നാക്കും പല്ലുകളും ചർമ്മങ്ങളും DNA-യും കോശങ്ങളും എന്ന് തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള അനവധി ജന്തുജീവവർഗങ്ങൾ, നിസാരമെന്ന് നമ്മൾ കരുതുന്ന കടലിനടിയിൽ ജീവിക്കുന്ന ചില മത്സ്യവർഗങ്ങളുണ്ട്. നാർസിൻ ടോർപിഡോ വർഗത്തിലുള്ള മത്സ്യങ്ങൾ. അവ സ്വന്തം ശരീരത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. സ്വന്തം ശരീരത്തിൽ നിന്ന് കരണ്ട് ഉണ്ടാക്കുന്നവർ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർ. എന്തിനാണ് ഈ മത്സ്യങ്ങൾ അത് ചെയ്യുന്നത്? കടലിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ഇവക്ക് സ്വന്തം ശരീരത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇവ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഷോക്കടിപ്പിക്കും അതിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ. മാത്രമല്ല തനിക്കാവശ്യമായ, തനിക്ക് ഭക്ഷിക്കാനുള്ള തൻ്റെ ഇരയെ പിടിക്കാനും ഈ ശരീരത്തിൽ നിന്ന് ഇവ ഈ വൈദ്യുതി ഉപയോഗിക്കും. ശരീരത്തിന്റെ നിലനിൽപ്പിനും ഉപജീവനത്തിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി അവ തൻ്റെ ശരീരത്തിൽ നിന്ന് സ്വമേധയാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ മാർഗത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആരാണ് ഈ നാർസിൻ ടോർപിഡോ വർഗത്തിൽപ്പെട്ട ഈ മത്സ്യങ്ങൾക്ക് ഇത്രമേൽ കൃത്യമായ വഴിയും വെളിച്ചവും മാർഗദർശനവും നൽകിയവൻ? ആ മാർഗദർശനം നൽകിയവന്റെ ഉടയവന്റെ മുന്നിൽ തലകുനിച്ചു നിന്ന് നീ എനിക്കും മാർഗദർശനം നൽകണമേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ശരിയായ ചൊവ്വായ വഴിയിലേക്ക് നീ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? ലോകത്തിന്റെ ഉടയവന് മാത്രമേ ലോകത്തിന് വഴി കാണിക്കാനാവൂ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പും തുടിപ്പും അറിയുന്നവന് മാത്രമേ മനുഷ്യന് വഴി കാണിക്കാനാവൂ. മനുഷ്യന്റെ വിചാരങ്ങൾ അറിയുന്നവന് മാത്രമേ മനുഷ്യന് ശരിയായ ദിശയിലേക്ക് വഴി നടത്താനാവൂ. മനുഷ്യന്റെ ഇന്നലെകളെക്കുറിച്ചും ഇന്നലെക്കുറിച്ചും നാളെയെക്കുറിച്ചും അറിയുന്നവന് മാത്രമേ മനുഷ്യ ജീവിതത്തെ കൃത്യമായി സ്പർശിക്കുന്ന സാരോപദേശങ്ങൾ നൽകാനാവൂ. അതുകൊണ്ടാണ് അതെ ആദം ദമ്പതികളെ ജന്നത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ പടച്ചറബ് പറഞ്ഞ വർത്തമാനം എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ മാർഗദർശനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ മാർഗദർശനം അനുസരിച്ചാകണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ആ മാർഗദർശനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരർത്ഥത്തിലും സങ്കടപ്പെടേണ്ടി വരില്ല.
ഭയക്കേണ്ടി വരില്ല, നഷ്ടമുണ്ടാവില്ല, പരാജയമുണ്ടാവില്ല, വിരൽ കടിക്കേണ്ട ദുരന്തമുണ്ടാവില്ല, വാവിട്ട് നിലവിളിച്ച് തലയിലടിക്കേണ്ട നെഞ്ചത്തടിക്കേണ്ട ദുരന്തമുണ്ടാവില്ല. അത് ശരിയായ വഴിമാർഗവും വഴിയുമായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. ദൈവികമായ മാർഗവും മാർഗദർശനവുമാണ് ശരിയായ ചൊവ്വായ മാർഗദർശനമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ആഴത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഉത്കൃഷ്ട സമൂഹമായി നമ്മൾ ഉയർന്നു നിൽക്കണമെങ്കിൽ, മാനവരാശി സകല നന്മകളുടെയും തലങ്ങളിലേക്ക് ജ്വലിച്ചു നിൽക്കണമെങ്കിൽ ദൈവികമായ മാർഗദർശനം അനിവാര്യമാണ്. ദൈവികമായ മാർഗദർശനം കൂടിയേ തീരൂ. മനുഷ്യന്റെ വൈയക്തിക ജീവിതത്തിൽ അനിവാര്യമാണ്. മനുഷ്യന്റെ വൈയക്തിക ജീവിതത്തിൽ മാത്രമല്ല, അവന്റെ കുടുംബ ജീവിതത്തിലും ആ രംഗത്ത് കൃത്യമായ മാർഗദർശനം കൂടിയേ തീരൂ, അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന കുടുംബ ജീവിതത്തെയും ദാമ്പത്യ ജീവിതത്തെയും വെല്ലുവിളിക്കുകയാണ് ഇന്ന് ചില തൽപര കക്ഷികൾ. അവർക്ക് പൊളിക്കേണ്ടത് കുടുംബം എന്ന സംവിധാനത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൗതികവാദികൾ പറഞ്ഞത്, അതെ, എല്ലാ അർത്ഥത്തിലും സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് ഈ കുടുംബം എന്ന സംവിധാനം. അതുകൊണ്ട് മാനവരാശിക്ക് പുരോഗതി സാധ്യമാകണമെങ്കിൽ സ്വകാര്യ സ്വത്തിനെ ആദ്യം പൊളിക്കണം. സ്വകാര്യ സ്വത്തിനെ പൊളിക്കണമെങ്കിൽ കുടുംബത്തെ ആദ്യം പൊളിക്കണം, കുടുംബത്തെ വലിച്ചെറിയണം. കുടുംബം എന്ന സംവിധാനം തന്നെ തകർക്കപ്പെടേണ്ടതാണ് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതെ, ഇന്ന് ലിബറലിസവും മുറവിളി കൂട്ടുന്നത്, അവർ ശക്തമായി കടന്നാക്രമിക്കുന്നതും ഈ പറയുന്ന കുടുംബം എന്ന സംവിധാനത്തെയാണ്, കുടുംബം എന്ന അത്ഭുതകരമായ സംവിധാനത്തെയാണ്. നിങ്ങൾ നോക്കി, കേരളത്തിന്റെ മലയാളത്തിലെ ചില ആനുകാലികങ്ങൾ 100 വർഷത്തിന്റെ പഴക്കവും പാരമ്പര്യമൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഗണ്ഡശ ലേഖനങ്ങൾ, തുടർലേഖനങ്ങൾ എഴുതിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് അവർ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതം ഒരു കുടുംബത്തിന്റെ 4 ചുമരുകളിൽ ഒതുക്കണം? ആ കുടുംബത്തിന്റെ ചുമരിൽ നിന്നും എന്തിനേറെ വേലികളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരും. വേലി ചാടാൻ ആവശ്യപ്പെടുകയാണ്, പച്ചക്ക് തോന്നിവാസം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ചില ആനുകാലികങ്ങൾ. എന്താണ് അവർ ലക്ഷ്യമിടുന്നത്? എന്താണ് അവർ താല്പര്യപ്പെടുന്നത്? വൈസ് സ്വാപ്പിംഗ് എന്നത്, ഭാര്യാവിക്രയം എന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇന്നുണ്ടാകുന്നത്. ഭാര്യമാരെ പരസ്പരം കൈമാറുക എന്ന തോന്നിവാസം പണ്ട് യൂറോപ്പിൽ എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് യൂറോപ്പ് വിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ വല്ലാത്ത രംഗം നമ്മൾ കാണുന്നു. പലരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പ്രധാന ഹബ്ബായി കേരളത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റി, അതിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്ന വല്ലാത്ത സങ്കട കാഴ്ചകൾ നമ്മൾ കാണുന്നു. പണ്ടൊക്കെ പുരാതന റോമിലുണ്ടായിരുന്ന ഒരു ഏർപ്പാടാണ് ലൂപ്പർ കാലിയ വിരുന്ന്. എന്താണ് ഈ ലൂപ്പർ കാലിയ വിരുന്ന്? പ്രായപൂർത്തിയായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേരുകൾ എഴുതി മുളയിൽ ചുരുളുകളിലിട്ട് കുലുക്കിയെടുക്കും, നറുക്കിടുന്നത് പോലെ. എന്നിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം. ഏതു പേരാണോ കിട്ടിയത് അയാളുമായി അവളുമായി അവർക്ക് എന്തു തോന്നിവാസവും ചെയ്യാം. ഇത് പഴയകാല റോമിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ലൂപ്പർ കാലിയ വിരുന്ന് എന്ന ഒരു ഏർപ്പാട്. അതിനെ നാണിക്കും വിധം, അതിനെ അടക്കം നാണിപ്പിക്കും വിധമാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ പോലും. എങ്ങോട്ടാണ് ഈ സമൂഹം പോവുക? കുടുംബം എന്ന സംവിധാനത്തെ പൊളിച്ച് കുടുംബത്തിന്റെ എല്ലാ പവിത്രതയെയും വെല്ലുവിളിച്ച് അതിന്റെ എല്ലാ മഹത്വത്തെയും പിച്ചു ചീന്തുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ കടന്നാക്രമങ്ങൾ നടത്തുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് കുടുംബം എന്ന സംവിധാനം നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച്, അതിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിന്റെ വലിപ്പത്തെക്കുറിച്ച്, അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു ലോകത്തോട് വർത്തമാനം പറഞ്ഞത്. ഒമിനായാതിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ലോകത്തോട് വർത്തമാനം പറയുന്നത്. നോക്കി, സൂര്യൻ അള്ളാഹുവിന്റെ ആയത്താണ്, പ്രഭ ചൊരിയുന്ന ചന്ദ്രൻ അള്ളാഹുവിന്റെ ആയത്താണ്, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ആയാത്തുകളാണ്, അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ്. ഒമിനായാതിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു കുടുംബ ജീവിതത്തെ കുറിച്ച് വർത്തമാനം പറയുന്നത് ലോകത്തോട്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون എന്ന് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചുണ്ടാക്കി തന്നത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനാണ് അള്ളാഹുവിന്റെ സംവിധാനം. തീർന്നില്ല, നിങ്ങൾക്കിടയിൽ അവൻ മവദ്ദത്തും റഹ്മത്തും കൂടെ ഇട്ടു തന്നു. അതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ന ഫീ ദാലിക ലആയാത്ത്,
ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അതുവഴി ഉണ്ടാകുന്ന സക്കീനത്തിൽ, മവദ്ദത്തിൽ, റഹ്മത്തിൽ എല്ലാം ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത്ഭുത ദൃഷ്ടാന്തങ്ങൾ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. കുടുംബജീവിതം എന്ന സംവിധാനത്തെ ഇത്രമേൽ കാത്തു സംരക്ഷിച്ച, ഇത്രമേൽ അതിന്റെ പവിത്രതയെ കുറിച്ച് ലോകത്തോട് വർത്തമാനം പറഞ്ഞ, അതിന്റെ നന്മയെ കുറിച്ച് കൃത്യമായി അക്കമിട്ട് ലോകത്തെ ബോധവൽക്കരിച്ച, കുടുംബം എന്ന സംവിധാനം തകർക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരന്തത്തെ കുറിച്ച് താക്കീത് ചെയ്ത ഒരു മാർഗവും വഴിയും വെളിച്ചവും അള്ളാഹുവിന്റെ മാർഗദർശനമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ? അതുകൊണ്ട് സകല ലിബറലുകളും, സകല ഭൗതികവാദികളും, സകല മുതലാളിത്തത്തിന്റെ വക്താക്കളും പൊളിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബം എന്ന സംവിധാനത്തെയാണ്. ഒരു ഉത്കൃഷ്ട സമൂഹത്തിന് നിലനിൽപ്പ് തന്നെ അവരുടെ കുടുംബ ഭദ്രതയിലാണ് കാര്യമെടുക്കുന്നത്. ഒരു കുടുംബം പൊളിഞ്ഞു പോയാൽ പിന്നെ എങ്ങനെയാണ് ഒരു ഉത്കൃഷ്ട സമൂഹത്തെ, ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുക? അതുകൊണ്ട് കുടുംബം, അതിൽ സമാധാനം ഉണ്ടാകണം. മാതൃകാ കുടുംബമായി ജ്വലിച്ചു നിൽക്കാൻ കഴിയണം. മാതൃകാ ഭാര്യയും ഭർത്താവുമായി ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയണം. മക്കൾക്ക് മാതൃകയുള്ള പിതാവായി മാതാവായി ജ്വലിച്ചു നിൽക്കാനാവണം. പേരമക്കൾക്ക് മാതൃക നൽകുന്ന വല്ലുപ്പയായി, വല്ലുമ്മയായി, പിതാമഹനായി, അതോടൊപ്പം തന്നെ ഉമ്മമ്മയായി ജ്വലിച്ചു നിൽക്കാൻ കഴിയണം. അതിനെന്തു വേണം? ആരംഗത്തും സട്ടാവും സംരക്ഷകനുമായ പടച്ചറബിൽ നിന്നുള്ള മാർഗവും മാർഗദർശനവും അനിവാര്യമാണ്. കുടുംബം എന്ന സംവിധാനത്തെ പൊളിച്ചാൽ ഉത്കൃഷ്ട സമൂഹത്തെ പൊളിച്ചെടുക്കാൻ പിന്നെ കൂടുതൽ സമയം വേണ്ട. അതിനെന്തു വേണം? സ്ത്രീകളാണ് പലപ്പോഴും കുടുംബം എന്ന സംവിധാനത്തെ മറ്റാരെക്കാളും അതിന്റെ തണലും നന്മയും ആവശ്യമായി വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ്. പുരുഷൻ ആവശ്യമില്ല എന്നതല്ല, മറിച്ച് സ്ത്രീകൾക്കാണ് അത് എല്ലാ അർത്ഥത്തിലും അവരുടെ സംരക്ഷണത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിലും ചിന്തകളിലും ഈ കുടുംബം എന്ന സംവിധാനത്തെ പൊളിക്കണം. ഒരു സ്വതന്ത്ര ചിന്ത എന്തുമാകാമെന്ന ആശയം കുത്തി നിറക്കണം. അത് പെട്ടെന്ന് സാധ്യമല്ല. അതിനെന്തു വേണം? സ്ത്രീകൾ എന്ന നിലയിൽ സ്ത്രീകൾക്ക് അർഹമായ അവകാശങ്ങളുണ്ട്, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട നീതികളുണ്ട്. എന്നാൽ നീതി നിഷേധം ഇതാ നടക്കുന്നു, അവകാശ നിഷേധങ്ങൾ ഇതാ ഇപ്പുറത്ത് നടക്കുന്നു. അതുകൊണ്ട് അവകാശ പോരാട്ടത്തിന് നീതിക്ക് വേണ്ടിയുള്ള മുറവിളികൾ സ്ത്രീ സമൂഹത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഫെമിനിസം കടന്നു വരുന്നത്. ലോകം കേട്ടപ്പോൾ നല്ല ആശയം, സ്ത്രീകളുടെ അവകാശം. തീർച്ചയായും അവകാശം ലഭിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, പാടില്ല. നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല, നീതി ലഭിക്കണം. പക്ഷെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീവാദത്തിന്റെ പേരിൽ, ഫെമിനിസത്തിന്റെ പേരിൽ, സ്ത്രീവാദ ആശയങ്ങളുടെ പേരിൽ പിന്നെ നമ്മൾ കാണുന്നത് ലിബറൽ ഫെമിനിസത്തിന്റെ മുഖങ്ങളാണ്, പിന്നെ റാഡിക്കൽ ഫെമിനിസത്തിന്റെ മുഖങ്ങളാണ്. ഒടുവിൽ ഇതാ റാഡിക്കൽ ഫെമിനിസം ലോകത്തോട് പറയുകയാണ്, ലോകത്തെ സ്ത്രീ സമൂഹത്തെ അഭിമുഖീകരിച്ച് അവർ പറയുകയാണ്, എന്തിനാണ് സ്ത്രീ സമൂഹമേ നിങ്ങൾ പ്രസവിക്കുന്നത്? നിങ്ങൾ ഇനി പ്രസവിക്കണ്ട, പ്രസവം നിർത്തൂ. അത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് വേദന, 10 മാസം ഗർഭം ചുമക്കണം, എന്തെല്ലാം ടെൻഷൻ, എന്തുമാത്രം ശാരീരിക പ്രയാസങ്ങൾ. അതുകൊണ്ട് ആ പരിപാടി നിങ്ങൾ നിർത്തൂ എന്ന് ഈ റാഡിക്കൽ ഫെമിനിസത്തിന്റെ വക്താക്കൾ പറയുന്ന വർത്തമാനം കേട്ട് ലോകത്തിലെ സ്ത്രീ സമൂഹം പ്രസവിക്കുക എന്ന ഏർപ്പാട് നിർത്തിവെച്ചാൽ പിന്നെ എന്താണ്? ലോകത്ത് മാനവരാശിയുണ്ടോ? ലോകത്ത് മാനവരാശിയുടെ നിലനിൽപ്പ് സാധ്യമാവുമോ? എന്നേക്കുമായി ഈ ഭൂമി ലോകത്ത് മാനവരാശിയുടെ സർവനാശമായിരിക്കും ഫലം. മാനവരാശിയുടെ അടിവേര് പിഴുതെറിയുന്ന, എല്ലാ അർത്ഥത്തിലുള്ള മാനവരാശിയുടെ സർവനാശത്തിന് നിമിത്തമാകുന്ന ഈ റാഡിക്കൽ ഫെമിനിസത്തിന്റെ വികൃത ചിന്തകളെ വലിച്ചെറിയേണ്ടതുണ്ട്. അത്തരം ആശയങ്ങൾ കടന്നു വരാതെ അതേ ധാർമ്മിക ബോധത്തിലും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ദൈവിക മാർഗദർശനത്തിന്റെ ശക്തമായ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. തീർന്നില്ല, അവർ പിന്നെയും ലോകത്തെ സ്ത്രീ സമൂഹത്തോട് പറഞ്ഞു, എന്തിനാണ് സ്ത്രീ സമൂഹമേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞ കൊടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ മുലപ്പാല് കൊടുക്കുന്നത്? അത് നിർത്തിക്കോ. കാരണം നമ്മുടെ ശരീരത്തിലെ സൗന്ദര്യം ക്ഷയിക്കും, നമ്മൾ അവഗണിക്കപ്പെടും. അതുകൊണ്ട് പാല് കൊടുക്കേണ്ടതില്ല. ഒന്നാലോചിച്ച് നോക്കി, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന ചോര പൈതൽ അവന്റെ ശരീരത്തിലെ ആന്റിബോഡികൾ, രോഗപ്രതിരോധ സംവിധാനം ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നേ ഉണ്ടാവുള്ളൂ. അവന്റെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ ജീവസുറ്റതാക്കാൻ, അവന്റെ ശരീരത്തിലെ നെർവസ് സിസ്റ്റങ്ങളെ ജീവസുറ്റതാക്കാൻ, അവന്റെ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ലാക്ടോസും ലാക്ടോമൊബീനും കാർബോഹൈഡ്രേറ്റും എന്ന് തുടങ്ങി ഗ്ലൂക്കോസും എന്ന് തുടങ്ങി ഒരുപാട് ഘടകങ്ങളാൽ സമ്പുഷ്ടമായ ഒരു വല്ലാത്ത അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും അമൃതുമാണ് മാതാവിന്റെ മാറിടത്തിൽ, അതെ അമ്മയുടെ അമ്മച്ചിയുടെ മാറിടത്തിൽ ലോകത്തിന്റെ നാഥൻ ഒരുക്കിയ വല്ലാത്ത സമ്മാനമാണത്. അതൊരു കുഞ്ഞിന്റെ സ്വാഭാവികമായും അവന്റെ അവകാശമാണ്. ഒരു കുഞ്ഞിന്റെ അവകാശത്തെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്.
താൻ നൊന്തുപെട്ട 10 മാസം നൊന്തുപെട്ട തന്റെ കുഞ്ഞിനെ ചേർത്തണച്ചു പിടിക്കാനും അവളുടെ ആ കുഞ്ഞു മകന്റെ നെറുകയിൽ ചുടുചുംബന നൽകി തന്റെ പൊന്നോമനയെ ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞ നൽകി വളർത്തിയെടുക്കുവാനുള്ള ഒരു മാതാവിന്റെ അമ്മയുടെ മാതാവിന്റെ നൈസർഗികമായ തേട്ടത്തെയും ആഗ്രഹത്തെയും അവകാശത്തെയുമാണ് റാഡിക്കൽ ഫെമിനിസത്തിന്റെ വികൃത ചിന്തകൾ ചവിട്ടിമെതിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം വാദങ്ങൾ ഒരു സമൂഹത്തിന് നാശത്തിനാണ് നിമിത്തമാക്കുക. അതല്ലാതെ ഒരു ഉത്കൃഷ്ട സമൂഹത്തെ വാർത്തെടുക്കാൻ ഇത്തരം മിസങ്ങൾക്ക് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനേക്കാൾ അത്ഭുതകരമായി മറ്റൊരു സംവിധാനം, മാതാവ് തന്റെ കുഞ്ഞിന് അമ്മിഞ്ഞ നൽകുമ്പോൾ അവരുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്നുള്ള സുന്ദരമായ ഹോർമോണിന്റെ ഉൽപാദനം നടക്കുന്നുണ്ട് എന്നാണ്, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ്. ആ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് മാതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്നത് എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കി, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് പ്രവാചകരെ എന്ന ചോദ്യത്തിന് നിന്റെ മാതാവിനോട്, പിന്നെയും ആവർത്തിക്കുന്നു നിന്റെ മാതാവിനോട് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും വർത്തമാനമല്ലാതെ, വെറും വർത്തമാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പറഞ്ഞിട്ടുമില്ല. അല്ലാഹുവിൽ നിന്നുള്ള വഹീന്റെ വെളിച്ചത്തിൽ അല്ലാതെ മതപരമായ വിഷയത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാമാമിണ്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ. വ്യക്തമായ വഹീന്റെ വെളിച്ചത്തിലുള്ള വർത്തമാനം. ചോര പൈതലിന്റെ അവകാശമാണ് അമ്മിഞ്ഞ എന്ന് ലോകത്തോട് വർത്തമാനം പറഞ്ഞ ഒരു വേദ പ്രമാണമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ നൽകണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു ദൈവിക വേദ പ്രമാണം അള്ളാഹുവിന്റെ തിരുവചനങ്ങൾ. അതുകൊണ്ട് ഒരു ഉത്കൃഷ്ട സമൂഹത്തിന് കുടുംബം ഭദ്രമാകണം. ആ കുടുംബ സംവിധാനത്തെ പൊളിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഒരു ഉത്കൃഷ്ട സമൂഹത്തെ വാർത്തെടുക്കാനാവുക? ആ രംഗത്ത് സ്ത്രീ സമൂഹത്തിനാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അവരവരുടേതായ ദൗത്യം നിർവഹിക്കുക വഴിയാണ് ജ്വലിച്ചു നിൽക്കേണ്ടത്. സ്ത്രീ പുരുഷ പാരസ്പര്യത്തിലൂടെയാണ് എല്ലാ അർത്ഥത്തിലും സമാധാനപൂർണമായ ദാമ്പത്യ ജീവിതം സാധ്യമാവുക. അത് പൊളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. അവരുടെ ലക്ഷ്യം മാനവരാശിയെ ഉത്കൃഷ്ടരാക്കലല്ല, മാനവരാശിയെ നശിപ്പിക്കലാണ്. മാനവരാശിയെ ഉന്നതമായ മൂല്യങ്ങൾ പഠിപ്പിക്കലല്ല, സകലാഭാസങ്ങളും തോന്നിവാസങ്ങളും പഠിപ്പിക്കലാണ്. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി വർത്തമാനം പറയുകയോ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയോ ചെയ്യുന്നവരല്ലവർ. മറിച്ച് അവരുടെ നിലനിൽപ്പിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടാനാവുമോ അതെല്ലാം ചെയ്തു കൂട്ടുകയാണവർ. അതുകൊണ്ട് ഇത്തരം ദുഷിച്ച ശക്തികളുടെ, ഇത്തരം വികൃത ഇസങ്ങളുടെ, ആശയങ്ങളുടെ തന്ത്രകുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഞാൻ ചുരുക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്കൃഷ്ട സമൂഹത്തെ വാർത്തെടുക്കപ്പെടണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും ദൈവികമായ മാർഗദർശനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മാത്രമല്ല, ലോകം കണ്ട ഉത്കൃഷ്ട സ്വഭാവത്തിനുടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എത്ര കൃത്യമാണ് അല്ലാഹുവിന്റെ വർത്തമാനം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അനുപമമായ മാതൃക നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്നല്ലേ അല്ലാഹുവിന്റെ വർത്തമാനം. നല്ലൊരു മനുഷ്യൻ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ലോകം കണ്ട വല്ലാത്ത മഹാമനീഷിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ എന്നാണ് അല്ലാഹു ലോകത്തോട് ആവശ്യപ്പെടുന്നത്. നല്ലൊരു ഭർത്താവ് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിലേക്ക് ഒരൽപ്പം തിരിഞ്ഞു നോക്കി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വേണമെങ്കിൽ ഖദീജ ബീവിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. അതല്ല സഫിയ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു നോക്കാം. അവർ ഒന്നടങ്കം പറയും, അതെ സഫിയ ബീവി പറയുന്ന വർത്തമാനം ഇങ്ങനെയായിരിക്കും. ഞാൻ കണ്ട മനുഷ്യരിൽ അങ്ങനെ തന്നെ ഞാൻ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ്, ഏറ്റവും ഉന്നതനാണ് എന്റെ പ്രിയപ്പെട്ടവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയാണ്. ഇതിനേക്കാൾ വലിയ അംഗീകാരം വേറെ എവിടെ നിന്നാണ് ആ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടേണ്ടത്? ലോകത്തിന്റെ ഏതേത് തലങ്ങളിലും ഒരു നല്ല കൂട്ടുകാരൻ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നോക്കാം നമുക്ക്. ഈ ലോകത്ത് നിന്ന് തന്റെ പ്രിയ കൂട്ടുകാരൻ വിട പറഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ആ പ്രവാചകന്റെ നെറ്റിയിൽ ചുംബനം നൽകുമ്പോ ആ കൂട്ടുകാരന്റെ, അബൂബക്കർ എന്ന കൂട്ടുകാരന്റെ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നുണ്ട്. എത്രമേൽ ശക്തവും എത്രമേൽ ആഴത്തിലുമുള്ളതാണ് ആ സൗഹൃദ ബന്ധം എന്ന് ലോകത്തിന് കാണിച്ചു തരികയാണ്. ഒരു വല്ലാത്ത രംഗമാണത്, വല്ലാത്ത രംഗം. അതെ, ലോകം കണ്ട ഏറ്റവും നല്ല കൂട്ടുകാരനെ അവിടെ കാണാം. ലോകം കണ്ട ഏറ്റവും നല്ല അയൽക്കാരനെ, പ്രവാചകന്റെ മദീനയിലെ ജൂത മതവിശ്വാസ
വിശ്വാസികളോടടക്കം ചോദിച്ചാൽ അവർക്ക് മോശമായി പറയാൻ ഒന്നുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരര പറയാൻ, ഒരു വാക്കുപോലും പറയാനില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അയൽക്കാരനെ കുറിച്ച്, എന്ന ഭരണാധികാരിയെ കുറിച്ച് തന്റെ മുന്നിൽ ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ഉണ്ടാകാം. ന്യൂനപക്ഷത്തിന്റെ താല്പര്യത്തെ ഹനിച്ച് ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിന് മാത്രം പ്രാധാന്യം നൽകിയ ഒരു ഭരണാധികാരി അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂരിപക്ഷത്തിന്റെ താല്പര്യം അനുസരിച്ച് വിധിന്യായം പുറപ്പെടുവിച്ചവനുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി എന്തോ ആ നീതിയുടെ ഭാഗത്ത് ഉറച്ചു നിന്ന ഇത്രമേൽ നീതിയുടെ ഭരണാധികാരിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലല്ലാതെ വേറെ എവിടെയാണ് സമൂഹമേ നമുക്ക് കാണാൻ കഴിയുക? സമകാലിക വസ്തുതകളും സമകാലിക വർത്തമാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നീതി ഒരു വശത്ത്, പക്ഷെ ഭൂരിപക്ഷത്തിന്റെ വാദങ്ങൾ ഒരു വശത്ത്, ന്യൂനപക്ഷത്തിന്റെ വാദങ്ങൾ ഇപ്പുറത്ത്. എണ്ണവും വണ്ണവും നോക്കി വിധി നടപ്പാക്കുന്ന ഒരു വല്ലാത്ത കാലത്തിന് സാക്ഷികളായി കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം നമുക്കുണ്ട്. പക്ഷേ നീതി നിഷേധങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് തളർന്ന് തകർന്ന് എല്ലാ അർത്ഥത്തിൽ അപകർഷതാ ബോധത്തോടെ ഒരു ഭാഗത്ത് ചൂണ്ടു ചുരുങ്ങിയിരിക്കേണ്ടവരല്ല നമ്മൾ. പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ നീതിക്ക് വേണ്ടി നിയതമായ മാർഗത്തിൽ അക്രമത്തിന്റെയും കലാപത്തിന്റെയും മാർഗങ്ങളിലേക്ക് പോയി പോകാതെ അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിയതമായ വർത്തമാനങ്ങളുമായി നിയതമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടവരാണ് നീതി ആഗ്രഹിക്കുന്നവർ. നീതിയുടെ പേരിൽ കലാപമുണ്ടാക്കുന്നവരല്ല നീതി ആഗ്രഹത്തിന്റെ തേട്ടത്തിന്റെ കാമ്പ് എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകം കണ്ട ഉത്കൃഷ്ടമായ സ്വഭാവ മൂല്യങ്ങളുടെ ഉന്നതമായ പരിപൂർണത. അതുകൊണ്ട് ഒരു സമൂഹം ഉത്കൃഷ്ട സമൂഹമായി വളർന്നു വരണമെങ്കിൽ അതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വായിച്ചേ മതിയാവൂ, പ്രവാചക ജീവിതത്തെ പഠിച്ചേ മതിയാവൂ. പ്രവാചകന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും വർത്തമാനവും ചുവടുകളും വർത്തമാനങ്ങളും അന്വേഷിച്ചേ മതിയാവൂ. അവിടെയെല്ലാം തികവും മികവും പരിപൂർണതയും, പൂർണ്ണത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പരിപൂർണതയും കാണാൻ അവിടെ മാത്രമേ കഴിയൂ. ആ മഹത്തായ ജീവിതത്തിൽ മാത്രമേ കഴിയൂ സഹോദരങ്ങളെ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ആഴത്തിൽ തിരിഞ്ഞു നോക്കേണ്ടത്, ആഴത്തിൽ പഠന വിധേയമാക്കേണ്ടതും ആ പ്രവാചക ജീവിതത്തെ തന്നെയാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സുകളിൽ ഒരു ഉത്കൃഷ്ട സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിന്ന് തെന്നിമാറി സകല ആഭാസങ്ങളുടെയും കൂത്തരങ്ങാക്കി സമൂഹത്തെ വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ലിബറലിസത്തിന്റെ വക്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിബറൽ വാദങ്ങൾ ഏതുവരെ എത്തിയെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്താണ് ലിബറലുകൾ പറയുന്നത്? അവനവന്റെ ഐഡന്റിറ്റി അവനവന് തോന്നുന്ന സമയത്ത് അത് മാറ്റാനും പ്രഖ്യാപിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ്. അഥവാ രാവിലെ 10 മണി വരെ അല്ലെങ്കിൽ 30 വയസ്സുവരെ 30 വയസ്സുവരെ പുരുഷനായി ജീവിച്ച ഒരുത്തൻ രാത്രി കിടന്നുറങ്ങി രാവിലെ 10 മണിക്ക് രാവിലെ എണീച്ചതിന് ശേഷം മൂപ്പർക്ക് തോന്നുകയാണ് ഞാൻ ഇപ്പൊ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അവനെ പെണ്ണായി അംഗീകരിക്കണമെന്ന്. അങ്ങനെ ഒരുത്തൻ, ഒരു കുറ്റവാളി സകല തോന്നിവാസങ്ങളും ചെയ്ത് ജയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കി. പുരുഷന്മാരുടെ കൂടെയാണ് തടവ്. പെട്ടെന്ന് അവനൊരു ദിവസം പറയാണ്, ഏയ് എന്റെ ഐഡന്റിറ്റി ഞാൻ പ്രഖ്യാപിക്കാൻ പോവാണ്, ഞാൻ ഇപ്പോൾ പെണ്ണാണ്. ഒടുവിൽ അവിടെയുള്ള കോടതിയും നിയമ സംവിധാനവും അയാളുടെ ഐഡന്റിറ്റി പ്രഖ്യാപനത്തെ മാനിച്ച് മൂപ്പരെ സ്ത്രീകളുള്ള തടവ് കേന്ദ്രത്തിലേക്ക് മാറ്റി. പിന്നെ സംഭവിച്ചത് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് സഹതടവുകാരികളായ 3 സ്ത്രീകൾ ഗർഭിണികളായി എന്നാണ്. പിന്നെ ഒരുത്തന്റെ പ്രഖ്യാപനം, ഒരു കുഴപ്പമില്ല. പിന്നെ അവൻ വന്നിട്ട് പറയണം, ഒരു ദിവസം വന്നിട്ട് ഞാൻ ഈ നിമിഷം മുതൽ നായ. എന്നിട്ട് ശരീരത്തിൽ ഫുള്ള് വെള്ള പെയിന്റ് അടിച്ച് വലിയ വട്ടത്തിലുള്ള കറുത്ത പുള്ളികളിട്ട് കഴുത്തിൽ നായക്കൾക്ക് ഇടുന്ന ഒരു ബെൽറ്റ് ഇട്ട് എന്നിട്ട് മുട്ടുകുത്തി ഭൗ ഭൗ എന്ന് പറയാം. എന്നിട്ട് അവൻ ലോകത്തോട് പറയണേ, ഞാൻ ഇപ്പോൾ മുതൽ ഞാൻ പട്ടിയാണ്, ഞാൻ നായയാണ്. അവന്റെ ഐഡന്റിറ്റി, ഞാൻ എന്റെ ഐഡന്റിറ്റി പ്രഖ്യാപിച്ചു, ഞാൻ നായയാണ്. ഇല്ലടോ നീ പുരുഷനാണ്, നീ മനുഷ്യനാണ്. അല്ല, ഞാൻ നായയാണ്, മൃഗമാണ്. നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. എന്തുമാത്രം വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ വഴിമാറിപ്പോവുക. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പടക്കം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ പോലും കേരളത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നിലനിൽക്കുന്ന ഹെറ്ററോ നോർമേറ്റീവ് എന്ന പൊതുബോധത്തെ പൊളിച്ച് ക്യൂർ നോർമേറ്റീവിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ സുന്ദരമായി നടക്കേണ്ടതുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ. എന്താണ് ഈ ഹെറ്ററോ നോർമേറ്റീവ്? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലൂടെയാണ് പുതിയ തലമുറ ഉണ്ടാവുക. ഇത് മനുഷ്യന്റെ പൊതുബോധമാണ്. അത് വിഹിതമായ മാർഗത്തിലാകണമെന്നാണ് മതം പറയുക. പക്ഷെ ഏത് മാർഗത്തിലൂടെയും ആകാമെന്നുള്ളവർക്കൊക്കെ പറയാം. പക്ഷെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് മാനവരാശിയുടെ നിലനിൽപ്പും തലമുറയും നിലനിൽക്കുകയുള്ളൂ. എന്നാൽ അത് മാറിയിട്ട് സ്ത്രീ പുരുഷ ബന്ധം മാത്രം പോരാ,
എന്തുമാകാം. സ്ത്രീയും തമ്മിലാവാം, ആണും തമ്മിലാവാം, മൃഗങ്ങളായിട്ടാവാം, മരിച്ച മനുഷ്യന്റെ ഡെഡ് ബോഡി വരെ ഉപയോഗിക്കാം, ചെറിയ കുട്ടികളെ വരെ ഉപയോഗിക്കാം. ഹീമോപീലിയ അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് ന്യൂയോർക്ക് അവിടെയുള്ള രക്ഷിതാക്കൾ വലിയ പ്ലക്കാർഡുകൾ ഉയർത്തിയിട്ട് അവിടുത്തെ ഗവൺമെന്റിനോട് പറയുകയാണ്, സേവ് അവർ ചിൽഡ്രൻ, ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കൂ എന്നാണ്. ഞങ്ങളുടെ കുട്ടികളെ ഈ പറയുന്ന ലിബറൽ ചിന്തകൾ തലക്ക് പിടിച്ച ആഭാസന്മാർ തോന്നിവാസങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളുടെയും ഇവരുടെ ലൈംഗിക ആഭാസങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മാനസികമായി തളർന്ന് മാനസികമായ വല്ലാത്തൊരവസ്ഥയിൽ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ പൊന്നുമക്കളുള്ളത്. അവരിന്ന് ട്രീറ്റ്മെന്റിലാണ്. ഞങ്ങളുടെ പൊന്നുമക്കളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ മുന്നിൽ, ഭരണാധികാരികൾക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രകടനം നടത്തുകയാണ് അവിടെയുള്ള യൂറോപ്പിലുള്ള മാതാപിതാക്കൾ. അതിനിടയിലാണ് നമ്മൾ ഇവിടെ ഭയങ്കര സംസ്കാരമായിട്ട് ആ സകല ശൈത്താനിയത്തും ഇങ്ങോട്ട് പേറാൻ നിൽക്കുന്നത്. അത് ഭയങ്കര പുരോഗമനവും ഭയങ്കര സംഭവമായിട്ട് ചില ആളുകൾ കൊണ്ടു നടക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്താൻ കൂടുതൽ മാസങ്ങൾ വേണ്ടി വരില്ല ഈ കോലത്തിൽ പോയാൽ. നെക്രോഫീലിയ, മരിച്ചുപോയ മനുഷ്യന്റെ അതേ ശവക്കല്ലറയിൽ നിന്നും കബറുകളിൽ നിന്നും മയ്യത്തിന് പുറത്തെടുത്ത് തങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ലോകത്തോട് പറയാണ്, അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്നാണ്, അതെന്റെ അവകാശവാദമാണ് എന്നാണ്, അതെന്റെ അവകാശമാണ് എന്നാണ്, എന്റെ ചോയ്സ് ആണത്, എന്റെ താല്പര്യം അതാണ് അത് എന്ന് പറഞ്ഞ് യൂറോപ്യൻ കോടതികളിൽ നെക്രോഫീലിയക്ക് നിയമപരമായ സാധുതയ്ക്ക് വേണ്ടി പ്രകടനങ്ങൾ നടക്കുന്ന, നിയമ സാധുതകൾക്ക് വേണ്ടി പ്രഖ്യാപനങ്ങൾ നടക്കുന്ന ഒരു വല്ലാത്ത ദുരന്ത കാലത്തിന് നമ്മൾ സാക്ഷികളാവാണ്. മരിച്ചാൽ പോലും ഈ ആഭാസന്മാർ മയ്യത്തുകളെ പോലും വെറുതെ വിടില്ല. ഇങ്ങനെ ഒരു ഉത്കൃഷ്ട സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ മരിച്ചുപോയ മനുഷ്യനെ പോലും വെറുതെ വിടാത്ത ഇത്തരം എല്ലാ തോന്നിവാസങ്ങളുടെയും കുത്തരങ്ങായി സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെ എങ്ങനെ പ്രതിരോധിച്ചേ മതിയാവും നമ്മൾ. ആ പ്രതിരോധം അതേ ശക്തമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാകണം, കൃത്യമായ ദൈവികമായ വെളിച്ചത്തിന്റെയും മാർഗദർശനത്തിന്റെയും ഭാഗമാകണം എന്ന് ഗൗരവത്തോടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു തലമുറയെ, മാനവരാശിയെ നന്മയിലേക്ക് വഴി നടത്താനാവൂ. തിന്മകളെ കുറിച്ച് ആഴത്തിൽ ബോധവൽക്കരിക്കാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അത് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ, ഇസ്ലാമിനെ ആളുകൾ കേട്ടാൽ, ഇസ്ലാമിക ആശയങ്ങളെ ശ്രദ്ധിച്ചാൽ, ഇസ്ലാമിക ആശയങ്ങൾ സ്വാഭാവികമായും അവരുടെ മനസ്സുകളിൽ സ്വാധീനം ചെലുത്തും. അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾ ഇസ്ലാമിനെ ആരും കേൾക്കരുത്, വായിക്കരുത്, പഠിക്കരുത്, അടുക്കരുത്, തൊട്ടുപോകുക പോലും അരുത് എന്ന ഇസ്ലാം ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഭീതി എന്നത്, ഇസ്ലാം പേടി എന്നത് ഒരു വലിയ മാറാരോഗമായി മാറുന്ന ഒരു വല്ലാത്ത സാമൂഹ്യ അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. സഹോദരങ്ങളെ, ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. 2022 മാർച്ച് 15 ഐക്യരാഷ്ട്രസഭയ്ക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നു. ഇസ്ലാമോ ഫോബിയ ഒരു വലിയ സമൂഹത്തിന്റെ തന്നെ നാശത്തിന് നിമിത്തമായി കൊണ്ടിരിക്കുകയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അവരുടെ പേര്, അവരുടെ സാങ്കേതിക ശബ്ദങ്ങൾ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ, അവരുടെ അടയാളങ്ങൾ, അതിനെയെല്ലാം ഭീതിപ്പെടുത്തുന്ന ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ, അതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതിന് കൂച്ചുവിലങ്ങിടുകയും ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി മാർച്ച് 15 പ്രഖ്യാപിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. അതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എത്രമേൽ സങ്കടകരമാണിത്. ഇസ്ലാമോഫോബിയ എന്നത് യൂറോപ്പിൽ മാത്രമല്ലല്ലോ. കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിയപ്പോ കേരളത്തിൽ മൊത്തം മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ. എന്താണത്? പടച്ചോനെ അതൊരു മുസ്ലിം പേരുള്ള ഒരാളാകരുതേ എന്ന്. എന്തേ അങ്ങനെ? എങ്ങനെയാണ് അങ്ങനെ ആയത്? മറ്റേതെങ്കിലും പേരുകൾ വന്നാൽ ഇത് വാർത്തയാകുന്നില്ല, പ്രശ്നമാകുന്നില്ല. മുസ്ലിം പേരോ അല്ലെങ്കിൽ മുസ്ലിം പേരിന് സാമ്യമുള്ളതോ ആകുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറുന്ന ഒരു വല്ലാത്ത സാമൂഹ്യ സ്ഥിതിവിശേഷം അങ്ങകലെ യൂറോപ്പിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ അത്തരം മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ തൽപര കക്ഷികൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനുമില്ല എന്നോട്ട് ഒതുങ്ങിക്കൂടുകയാണോ? അല്ല. യഥാർത്ഥ ഇസ്ലാമിനെ ആരാണ് മുസ്ലിം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇസ്ലാം പേടിക്കേണ്ട ഒന്നല്ല, ഇസ്ലാം അടുക്കാതെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല, ഇസ്ലാം ഭയപ്പാടുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ഇത് സമാധാനത്തിന്റെ, എല്ലാ അർത്ഥത്തിലുള്ള മോക്ഷത്തിന്റെ മഹിതമായ തെളിച്ചവും വെളിച്ചവും സമ്പൂർണമായ ദൈവികമായ മാർഗദർശനവുമാണ് എന്ന് അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും നിരന്തരം ലോകത്തോട് പറഞ്ഞുകൊടുത്ത് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന് സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ എന്ന ഈ കുപ്രചരണത്തിന് കൂച്ചുവിലങ്ങടേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
അല്ലാതെ വാളും വടിവാളെടുത്ത് തെരുവിലിറങ്ങുകയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്തിക്കൊണ്ട് കാർട്ടൂണും കാരിക്കേച്ചറും വരച്ചപ്പോൾ ഡെൻമാർക്കിലെ മുസ്ലിങ്ങൾ ചെയ്തത് ആ കാരിക്കേച്ചറും കാർട്ടൂണും വരച്ച ആളുകളുടെ തലവെട്ടാനും കഴുത്തുവെട്ടാനും നാവുവെട്ടാനും അവിടെ ബോംബിടാനോ അല്ല, മറിച്ച് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ തെരുവുകളിൽ ഇറങ്ങി. വീടുകൾക്ക് മുന്നിൽ പോയി, ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതാ, നിങ്ങളൊന്ന് കേൾക്കൂ, നിങ്ങളൊന്ന് വായിക്കൂ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ പ്രവാചക ജീവിതത്തെ എത്ര കൃത്യവും പൂർണ്ണവും സുന്ദരവും തികവും മികവും പരിപൂർണവുമാണ് ഈ ജീവിതം. ഇതിലെവിടെയാണ് ഒരു പുഴുക്കുത്ത്? ഇതിലെവിടെയാണ് ഒരു തകരാറ്? ഇതിലെവിടെയാണ് ഒരു പാളിച്ചയുള്ളത് ഈ വിശുദ്ധ ജീവിതത്തിൽ? എന്നിട്ട് നിങ്ങൾ പറയൂ, ഞങ്ങൾ ഉത്തരം പറയാം. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും വരച്ചതിൻ്റെയും എഴുതിയതിൻ്റെയും പേരിൽ ഞങ്ങളുടെ ഉപ്പയേക്കാൾ, ഞങ്ങളുടെ ഉമ്മയേക്കാൾ, ഞങ്ങളുടെ പൊന്നു മക്കളേക്കാൾ, ഞങ്ങളുടെ ഇണകളേക്കാൾ, ലോകത്തെ മറ്റൊന്നിനേക്കാളും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രവാചക മുത്തിനെ നിങ്ങൾ അങ്ങനെ ഇകഴ്ത്തരുതേ. ആരുടെയെങ്കിലും ആക്ഷേപങ്ങൾ കേട്ട് അത് നിങ്ങൾ കൂവി വിളിക്കുകയും ആവർത്തിക്കുകയും അരുതേ എന്നല്ലേ അവർ ചെയ്തത്? മാറ്റമുണ്ടായില്ലേ? ഡെൻമാർക്കിന്റെ ചരിത്രത്തിൽ എത്ര ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കാൻ അത് നിമിത്തമായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മുന്നോട്ട് പോകാം. ഖുർആനും സുന്നത്തും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതല്ലാതെ എല്ലാ അർത്ഥത്തിലും ഒരു അപകർഷതാ ബോധത്തോടെ ഞാനൊന്നിനുമില്ല, ഇത് കാലം ഇങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ തടി മാത്രം നോക്കുക എന്നൊരവസ്ഥയിലേക്ക് ഉൾവലിഞ്ഞ് ഒതുങ്ങിക്കൂടേണ്ടവരല്ല. മറിച്ച് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സമൂഹത്തിന്റെ മുന്നിലും ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ, ഇതാണ് സുന്നത്ത്. ഇത് തീവ്രവാദവും ഭീകരവാദവും അല്ല. ഇതൊരു മനുഷ്യനെ എങ്ങനെയാണ് പച്ചയായ ഒരു മനുഷ്യനായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാകേണ്ടത്, എങ്ങനെ ഒരു നല്ല ഭർത്താവാകാം, എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം, എങ്ങനെ നല്ലൊരു കൂട്ടുകാരനാകാം, എങ്ങനെ നല്ലൊരു അയൽക്കാരനാവാം. തങ്ങളുടെ ഹൈന്ദവ സഹോദരന്റെ തോളിൽ കൈയിട്ട്, ക്രൈസ്തവ സഹോദരന്റെ തോളിൽ കൈയിട്ട്, മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ അവരുടെ മുന്നിൽ നടുവിൽ നിന്നുകൊണ്ട് എന്താണ് മാനവികത എന്ന് തന്റെ കൂട്ടുകാരൻ, തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത്, അവന്റെ തൊണ്ട വരളുമ്പോൾ അവനൊരു തുള്ളി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് മാനവികതയുടെ കാരുണ്യത്തിന്റെ സുന്ദരമായ ചിത്രങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. അതിനേക്കാൾ മർമ്മം നമ്മളാക്കുന്ന, നമ്മളെ ഈ നന്മകളെല്ലാം ചെയ്യാൻ നമുക്ക് ഉൾപ്രേരണ നൽകുന്നത് ശുദ്ധ ഏകദൈവ വിശ്വാസമാണ്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മരിച്ചു പോണ്ടേ, നാളെയുടെ ലോകത്ത് മോക്ഷവും അവനിൽ നിന്നുള്ള സഹായവും കിട്ടണം. തിന്മകൾ ചെയ്താൽ നരകമാണ്, സർവനാശമാണ്. ആ നരകശിക്ഷ നമ്മളാരും അനുഭവിക്കാതിരിക്കാൻ, സ്വർഗം നമുക്ക് സാധ്യമാകാൻ, കാരുണ്യകനായ സട്ടാവിന്റെ കാരുണ്യ സ്പർശം ലഭിക്കാൻ നമ്മൾ സകലരോടും കരുണ കാണിക്കുന്നു. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് കരുണ കാണിക്കൂ, എങ്കിൽ സാക്ഷാൽ പരമകാരുണ്യകന്റെ കാരുണ്യം നിങ്ങൾക്ക് സാധ്യമാകുമെന്നല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമൂഹത്തിൽ പച്ചയായ മനുഷ്യരായി, മാതൃകാ വ്യക്തിത്വങ്ങളായി ജ്വലിച്ചു നിൽക്കുക. അതിന് നമ്മുടെ കയ്യിൽ ഖുർആനും സുന്നത്തും ഉണ്ടാകണം, ഉണ്ടായേ മതിയാവൂ. ആ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ആശയ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, നീതി നിഷേധങ്ങൾ ഉണ്ടാവാം. പക്ഷേ തളരേണ്ടവരല്ല നമ്മൾ, തകരേണ്ടവരല്ല നമ്മൾ, പ്രതീക്ഷ നശിച്ചു പോകേണ്ടവരല്ല നമ്മൾ. ബാബരി നമുക്കിടയിൽ ചർച്ചയാവുന്നു, ഇപ്പൊ ഇതാ ഗ്യാൻവാബി ചർച്ചയാവുന്നു, ഇനി ഷാഹി ഈദ്ഗാഹ് മസ്ജിദും സ്വാഭാവികമായും ചർച്ചയിലേക്ക് വരും. അങ്ങനെ പലതും വന്നേക്കാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ അർഹമായ നീതി ലഭിക്കുന്നതിന് വേണ്ടി നിയമസാധുതകളിലൂടെയല്ലാതെ, ജനാധിപത്യ മാർഗത്തിലൂടെയല്ലാതെ, നിയതമായ മാർഗത്തിലൂടെയല്ലാതെ ഒരർത്ഥത്തിലുമുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് വാളിന്റെ, വടിവാളിന്റെ, AK-47 ബോംബിന്റെ, തോക്കിന്റെ, കലാപത്തിന്റെ, ഭീകരതയുടെ വഴിമാർഗങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ഒന്നേ നമുക്ക് പറയാനുള്ളൂ, ഇന്ത്യ മഹാരാജ്യം ആരുടെയെങ്കിലും പ്രത്യേകമല്ല. ഇന്ത്യ മഹാരാജ്യം മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, അതല്ലാത്തവന്റെ മാത്രമല്ല, ജൈനന്മാരുടെയോ സിഖുകാരന്റെയോ മാത്രമല്ല, നമ്മുടേതാണ്. നമ്മുടെ കാരണവന്മാർ ജീവൻ കൊടുത്ത്, നമ്മുടെ മുൻഗാമികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതേപോലെ തന്നെ സിഖ്, ജൈന, ബൗദ്ധ, പാഴ്സികളും എന്ന് തുടങ്ങി സകല ആളുകളും ചോര കൊടുത്ത്, ജീവൻ കൊടുത്ത്, സർവസ്വവും കൊടുത്ത് നമുക്ക് നേടിത്തന്ന ഈ സമ്മാനമുണ്ടല്ലോ, അത് കാത്തു സംരക്ഷിക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മെ തമ്മിൽ അടുപ്പിക്കലാണ് തൽപര കക്ഷികളുടെ ലക്ഷ്യം അല്ല. നമുക്ക് നമ്മുടെ കാരണവന്മാർ സ്വാതന്ത്ര്യം നേടിത്തന്നത് പരസ്പരം തല്ലുകൂടി, പരസ്പരം നെഞ്ചുപിളർത്തി, പരസ്പരം കലാപവും തീവ്രവാദവും വർഗീയവാദവും സൃഷ്ടിച്ച് തമ്മിൽ അടിച്ചു കൊന്നു തീർക്കാനല്ല, മറിച്ച് അഭിമാനത്തോടെ ഈ മണ്ണിൽ ജ്വലിച്ച് ജീവിക്കാനാണ്. ഈ നാടിന് ലോകത്തിന്റെ മുന്നിൽ കൃത്യമായ
ലോകത്തിന്റെ മുന്നിൽ ഇതിന്റെ ഔന്നത്യത്തെ അറിയിക്കാനാണ്. ഇതിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. സാക്ഷാൽ മഹാത്മാഗാന്ധി ഹിന്ദു മതവിശ്വാസിയാണ്. ശ്രീരാമചന്ദ്രനെ ദൈവമായി കണ്ട് മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും തൻ്റെ ദൈവത്തിന്റെ പേര് വിളിച്ച് ഹേ റാം എന്ന് പറഞ്ഞും ലോകത്തുനിന്ന് കടന്നു പോയൊരു മനുഷ്യൻ. തൊട്ടപ്പുറത്ത് മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റിയ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതിയ മൗലാന അബുൽ കലാം ആസാദ് അപ്പുറത്തുണ്ട്. തൊട്ടപ്പുറത്ത് അള്ളാഹുവിലും വിശ്വാസമല്ല, ശ്രീരാമചന്ദ്രനിലും വിശ്വാസമല്ല, പ്രത്യേക ഒരു ദൈവത്തിലും വിശ്വാസമല്ല. എന്നാൽ എല്ലാ ദൈവവിശ്വാസികൾക്കും അവനവന്റെ ദൈവവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പണിയെടുത്ത, അതിനുവേണ്ടി വർഷങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ച, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത, പ്രത്യേക മതവിശ്വാസമില്ലാത്ത സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും അപ്പുറത്തുണ്ട്. പക്ഷെ മൂന്നാളുകളും കൈകളോട് കൈ ചേർത്ത് പിടിച്ചു. ആ കൈകളോട് കൈ ചേർത്ത് പിടിച്ചതിന്റെ സമ്മാനമാണ്, അതേ ആശയങ്ങളുള്ള ആളുകൾ മുഴുവനും ഒരുമിച്ച് നിന്നതിന്റെ സമ്മാനമാണ് 1947 സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഭരണഘടന, അത് നമ്മൾ മറന്നുപോകരുത്. അത് പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ഭരണപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ആർക്കാണോ വോട്ട് കിട്ടി MLA-യും MP ആയി മന്ത്രിമാരായി വരുന്നവരാണെങ്കിലും ഇന്ത്യയിലെ ഒരു പൗരനും ഇത് മറന്നു പോകരുത്. നമ്മുടേതാണ്. ഈ ലോകത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ അർത്ഥത്തിലും സമാധാനവും ശാന്തിയും ഉണ്ടാകണമെങ്കിൽ നീതി നിലനിൽക്കണം. നീതി നിലനിന്നില്ലെങ്കിൽ ശാന്തി തകരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരു ഉത്കൃഷ്ട സമൂഹത്തിന്റെ പ്രത്യേകത അവർ നീതിയുടെ വക്താക്കളായിരിക്കും, നീതിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കും. ഒരു ജനതയോടുള്ള അറപ്പോ വെറുപ്പോ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. അതാണ് സൂക്ഷ്മതയുമായി തഖ്വയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലപാട് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നീതിക്ക് വേണ്ടി ആരുടെ നീതി നിഷേധിക്കപ്പെട്ടാലും, ഏത് മതസമൂഹത്തിന്റെ, ഏത് ജാതിയുടെ, വർഗത്തിന്റെ നീതി നിഷേധിക്കപ്പെട്ടാലും ആ നീതി അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നീതി നിഷേധത്തിനെതിരെ നിയതമായ അവകാശ പോരാട്ടം നടത്തേണ്ടതുണ്ട്. പക്ഷേ അതിവൈകാരികതയുടെ, അതിക്രമത്തിന്റെ നിലപാടുകൾ അത് സർവനാശത്തിലേക്ക് നിമിത്തമാകും എന്ന തിരിച്ചറിവുണ്ടാകണം. പ്രതീക്ഷയോടെ, പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട ജീവിത ഗുണങ്ങളെ പഠിച്ചു പകർത്തി വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ലോകത്തിന്റെ മുന്നിൽ ഉത്കൃഷ്ട സമൂഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാകണം. ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു മുസ്ലിം എങ്ങനെയാണ് ഒരു മാതൃകാ വ്യക്തിത്വമായി ജ്വലിച്ചു നിൽക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചക മാതൃകയെ പഠിച്ചവരും അറിഞ്ഞവരുമാണ് അതേ മൗലാന അബുൽ കലാം ആസാദ് ആകട്ടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആകട്ടെ, വക്കം മൗലവി ആകട്ടെ, ഈ മൊയ്ദ് മൗലവി സാഹിബ് ആകട്ടെ, അവരെല്ലാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഠരാടിയവരാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഠരാടുക എന്നത് തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞവരാണ് അവർ. ആ നവോത്ഥാന നായകന്മാരുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നാട്ടിന്റെ നാശത്തിന് നിമിത്തമാകുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. നാടിന്റെ സമാധാനത്തെ തകർത്തുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. നാടിന്റെ സമാധാനത്തെ നിലനിർത്തുന്ന, നാടിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഐക്യത്തിനും എല്ലാ അർത്ഥത്തിലുള്ള ഔന്നത്യത്തിനും സഹായകമാകുന്ന സകല നന്മകളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായേ മതിയാവൂ. പക്ഷേ അതൊന്നും നീതി നിഷേധത്തിനെതിരെ കണ്ണടക്കലല്ല. നീതി നിഷേധത്തിനെതിരെ നിയതമായ അവകാശ പോരാട്ടങ്ങൾ ഉണ്ടാകണം. അതും ജനാധിപത്യ മാർഗത്തിൽ, നിയതമായ മാർഗത്തിൽ, അക്രമത്തിന്റെ അതിക്രമത്തിന്റെ മാർഗമല്ല. ആ മാർഗത്തിലേക്ക് ആളുകളെ വലിച്ചഴക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുന്ന സകല തന്ത്രങ്ങളെയും തിരിച്ചറിയാനും ആ തന്ത്രങ്ങൾ മെനയുന്ന ആളുകളുടെ ദുഷ്ടലാക്കുകളെ തിരിച്ചറിയാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്കൃഷ്ട സമൂഹമായി ജ്വലിച്ചു നിൽക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.